കാലത്തിനേറ്റ് ക്ലാസ്സിൽ പോകാൻ റെഡി ആകുമ്പോഴായിരുന്നു മുടി വല്ലാണ്ട് വളർന്ന് വൃത്തികേടായിരുന്നു കണ്ടേ. അപ്പം എന്തായാലും മുടി വെട്ടിയേക്കാം, കാരണം നമുക്ക് നാട്ടിൽ പോകേണ്ട ആവശ്യം കൂടിയുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിൽ പോയ ശേഷം മുടി വെട്ടാൻ പോവാം. ക്ലാസ്സിൽ പോയപ്പോഴാണെങ്കിൽ മാം ഒരു 5 മിനിറ്റ് വന്ന് അങ്ങനെ ഒരു പോക്ക് പോയി. പിന്നെ ക്ലാസ് ഉണ്ടായാലും ഒന്നും ഉണ്ടായില്ല. എന്തായാലും ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയത് മുടി വെട്ടാനാ. നമുക്ക് തന്നെ മുടി വെട്ടാൻ പുറത്തു പോകേണ്ട ആവശ്യമില്ല കേട്ടാ, ഹോസ്റ്റലിൽ തന്നെ കടയുണ്ട്. അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യം അവിടെ നിന്ന് വെട്ടാറുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ അണ്ണനാണ് നമ്മുടെ മുടി വെട്ടുന്ന ആള്. അങ്ങനെ മുടി വെട്ടി ട്രിമ്മൊക്കെ ചെയ്തപ്പോൾ വല്ലാണ്ട് മുഖം ചെറുതായ പോലെ ഒരു ഫീല്. പക്ഷെ കുഴപ്പമില്ല, ഒരു ചേഞ്ചിലൊക്കെ വേണ്ടല്ലേ. അപ്പം ഞാൻ നാട്ടിൽ പോയി ഒറ്റയ്ക്കാട്ടാ, കീശും കൂടെയുണ്ട്. കീശുവിൻ്റെ നാട്ടിൽ പോയിട്ട് ചെറിയൊരു അത്യാവശ്യമുണ്ട്, അപ്പോൾ അവളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ അവിടുന്ന് ഓട്ടോയ്ക്ക് കയറി പിന്നെ ബസ്സും കയറി നേരെ ബംഗാൾപേട്ടയ്ക്ക് പോയി. ഞങ്ങൾ പിന്നെ പോണ വഴിക്ക് ഫുഡ് കഴിക്കാൻ കണ്ട സ്ഥിരം കടയുണ്ട്. അപ്പോൾ ഇവിടെ കയറി ഷവർമയും പിന്നെ ഒരു ചെറിയ കബാബും കഴിച്ച് സ്റ്റേഷനിലെത്തിയപ്പോൾ സ്റ്റേഷനിലെ ആ ബോർഡിൽ എന്തോ സംഭവം ഉണ്ടെന്ന് ഗ്രീഷ്മ കാണിച്ചു തരുന്നതിനകത്ത്. പക്ഷെ അത് നോക്കിയപ്പോഴേക്കും അത് പോയി. അത് കുഴപ്പമില്ല. എന്നാലും നമ്മളിന്ന് പോണത് സ്ഥിരം പോകുന്ന ട്രെയിനിൻ്റെ അല്ല, സാധാരണ നമ്മൾ കൊച്ചുവേളിക്കാണ് പോകാറുള്ളത്. പക്ഷെ ഇന്ന് കന്യാകുമാരി എക്സ്പ്രസിനെ പോണേ. അതിലാണെങ്കിൽ ഒരു മുടിനെ നടക്കാണ്ടാവുക. പിന്നെ മുന്നിലുള്ള ആൾക്കാരെ പിടിച്ചും തൊഴിച്ച് ഉള്ളിലൊക്കെ കയറിയപ്പോഴാണെങ്കിൽ ഒരു മുട്ടസ്റ്റി കുത്താനുള്ള ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ ഉള്ളിൽ കയറി ഒരു ഭാഗത്തിരുന്ന്, പക്ഷെ അത് ഞാൻ ഷോട്ട് എടുത്തില്ല, കാരണം നല്ല തിരക്കായിരുന്നു. നാട്ടിൽ പിന്നെ ഒരു 6:15 ഞങ്ങൾ എത്തി. അവിടെ നിന്ന് നേരെ വിട്ടു തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലേക്ക്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണെങ്കിൽ അവിടെ മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ കീച്ചിന് ബസ് കയറ്റി വിട്ട് കുറച്ച് നേരം ഞാനും വെയിറ്റ് ചെയ്തു. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എനിക്കൊരു ബസ് കിട്ടി, ഞാനും കയറിപ്പോയി. ഞാൻ ഓൾമോസ്റ്റ് 2 മാസത്തിന്റെ മുകളിലായി നാട്ടിൽ വന്നിട്ട്. അപ്പോൾ ഓരോ തവണ നാട്ടിൽ വരുമ്പോൾ എന്തൊക്കെയോ ഒരു മാറ്റം വന്ന പോലെ. അങ്ങനെ കുറച്ചധികം ടൈം എടുത്തിട്ടാണെങ്കിലും ഞാൻ വീടെത്തി. ആ നിൽക്കുന്നതാണ്ട് എൻ്റെ അമ്മ. ഞാൻ വരുന്ന നോക്കി നിൽക്കായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വന്ന് അമ്മയുടെ പൊടിദോശയും ചമ്മന്തിയും കഴിച്ച് വിശപ്പടക്കി. ഇനി നമുക്ക് കിടന്നു തുടങ്ങാം. അപ്പോൾ നമ്മൾ വീടൊക്കെ എത്തി ഭക്ഷണം കഴിച്ചു. നന്നായിട്ടൊന്ന് ഉറങ്ങണം, കാരണം ഇന്നലെ ട്രെയിൻ ഉറക്കി കിട്ടിയിട്ടില്ല. സോ ഇനി വരാൻ പോണ വീഡിയോസൊക്കെ നാട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, നമുക്ക് ഓരോ വീഡിയോ ഓരോന്നായിട്ട് കാണാം. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് പീസ് ഔട്ട്.